ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമുക്കിന്ന് SLC ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ പാഠം ഇന്ത്യൻ റൈറ്ററായിരുന്ന റസ്കിൻ ബോണ്ട് എഴുതിയ ഒരു രസകരമായ ഒരു സ്റ്റോറിയാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നാണ് അതിൻ്റെ പേര്. അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സാഹസികത, അഥവാ സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനാണ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പാലത്തിൽ നിന്ന് നദിയിലേക്ക് എടുത്ത് ചാടുക, വിമാനത്തിൽ നിന്ന് വായുവിലേക്ക് എടുത്ത് ചാടുക, ഇതുപോലുള്ള സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ചെയ്യുക, അതിനാണ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്നെ ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ആൽമരത്തിലുള്ള സാഹസികത എന്നാണ് പാഠത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് പുസ്തകം തുറക്കുക, നമുക്ക് പാഠം വായിച്ച് അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ദോ ദ ഹൗസ്, ദോ എന്ന് പറഞ്ഞാൽ കൂടി എന്നുള്ള അർത്ഥം. എന്നിരുന്നാൽ കൂടി. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ്. ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലം എന്നാണ് അർത്ഥം. ഓഫ് അവർ ഹോം എന്ന് പറഞ്ഞ് നമ്മുടെ വീട്. In India were grandfather's domain. Though the house and grounds of our home in India were grandfather's domain. ഇന്ത്യയിലുള്ള നമ്മുടെ വീടും സ്ഥലവും ഗ്രാൻഡ് ഫാദേഴ്സിന്റെ മേൽനോട്ടത്തിലായിരുന്നാൽ കൂടി. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം. Though the house and grounds of our home, നമ്മുടെ വീടും സ്ഥലവും ഇൻ ഇന്ത്യയിലുള്ള സ്ഥലവും വീടും വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ഗ്രാൻഡ് ഫാദേഴ്സിന്റെ മേൽനോട്ടത്തിൽ ആയിരുന്നാൽ കൂടി. വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ദ മാഗ്നിഫിസന്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി. മാഗ്നിഫിസന്റ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ, ഓൾഡ് എന്ന് പറഞ്ഞ പ്രായം ചെന്ന, ബനിയൻ ട്രീ ആൽമരം വാസ് മൈൻ എന്റേതായിരുന്നു. അപ്പോൾ എൻ്റെ വീട്, നമ്മുടെ വീടും സ്ഥലവും ഗ്രാൻഡ് ഫാദേഴ്സിന്റെ മേൽനോട്ടത്തിലായിരുന്നു. എന്നിരുന്നാൽ കൂടി ആ ബനിയൻ ട്രീ എൻ്റേതായിരുന്നു എന്നാണ് കുട്ടി പറയുന്നത്. ബിക്കോസ്, അതിന് കാരണം പറയുന്നതുണ്ട്. ഗ്രാൻഡ് ഫാദർ അറ്റ് ദി ഏജ് ഓഫ് 65, ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സായിട്ടുണ്ട്. കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഇനി അങ്ങോട്ട് അതിന് മുകളിൽ കയറുവാന് സാധ്യമല്ല. കുഡ് നോ ലോങ്ങർ ക്ലൈംബ് കയറുക. കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, ഇനി കയറാൻ സാധ്യമല്ല. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് ഗ്രാൻഡ് മദർ എപ്പോഴും കളിയാക്കാറുണ്ട്. ആരെ? ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു എന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഒരു ഹാബിറ്റ്, കഴിഞ്ഞ കാലത്ത് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അപ്പൊ യൂസ്ഡ് ടു ടീസ് ഹിം എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദർ ഒരുപാട് കാലം ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കിയിരുന്നു. എന്ത് പറഞ്ഞിട്ട്? അബൌട്ട് ദിസ്, ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞിട്ട്? ഈ മരത്തിന്റെ മുകളിൽ കയറാൻ സാധിക്കുന്നില്ലല്ലോ, കയറാൻ പറ്റാത്ത വളരെ മോശമാണ്, ഇത്രയും പ്രായമല്ല ആയിട്ടുള്ളൂ, 65 വയസ്സല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. കൗണ്ടസ് എന്ന് പറഞ്ഞാൽ പ്രഭുവിന്റെ ഭാര്യക്കാണ് കൗണ്ടസ് എന്ന് പറഞ്ഞ പ്രഭി. മാത്രമല്ല അവളെ ഒരു ഡെസ്മണ്ടിലെ ഒരു പ്രഭുവിന്റെ ഭാര്യയെ കുറിച്ചും പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. ആ ഡെസ്മണ്ടിലെ കൗണ്ടസിന്റെ പ്രത്യേകത എന്താണ്? ആൻ ഇംഗ്ലീഷ് വുമൺ, അവളൊരു ഇംഗ്ലീഷുകാരിയാണ്. ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 170, 117 വയസ്സ് വരെ ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു അവൾ. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ്ന്റ് ഫാളൻ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. 117 വയസ്സിൽ ആപ്പിൾ ട്രീന്റെ മുകളിൽ കയറിയപ്പോൾ അവള് വീണു. അല്ലായിരുന്നു ആ വീഴ്ച വീണില്ല എങ്കിൽ അവള്
ഇനിയും മരത്തിൽ കയറുമായിരുന്നു എന്നാണ് ഗ്രാൻഡ് മദർ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത്. 117 വരെ ഡെസ്മണ്ടിലെ കൗണ്ടസ് 117 വയസ്സ് വരെ മരത്തിൽ കയറിയിരുന്നു. ആ 117ാമത്തെ വയസ്സിൽ അവൾ വീണു. ആ വീഴ്ച വീണിലായി ഇന്നും അവൾ മരത്തിൽ കയറാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് വെറും 65 വയസ്സിലായിട്ടുള്ളൂ, എന്നിട്ട് മരത്തിൽ കയറാൻ പേടിയോ? നിങ്ങൾ എന്തൊരു ആണല്ലല്ലോ, നിങ്ങൾക്ക് ഇന്നൊരു ആണെന്ന് പറയാൻ പറ്റും. ഒരു വളരെ ഉഷാർ എനർജറ്റിക് ആവണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഗ്രാൻഡ് മദർ എപ്പോഴും ഗ്രാൻഡ് ഫാദറെ കളിയാക്കാറുണ്ടായിരുന്നു. കളിയാക്കാൻ വേണ്ടി അവളൊരു ഉദാഹരണം കൊടുത്തു. ഡെസ്മണ്ടിലെ ഒരു പ്രഭുവിന്റെ ഒരു എക്സാമ്പിളും പറഞ്ഞു. ഡെസ്മണ്ടിലെ കൗണ്ടസ് 117 വയസ്സ് വരെ മരത്തിന് മുകളിൽ കയറിയിരുന്നു, ആബർട്ടിന്റെ മുകളിൽ കയറിയിരുന്നു. 117ാമത്തെ വയസ്സിൽ അവള് മരത്തുനിന്ന് വീണു. പിന്നീട് അവള് കയറുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് അവള് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത്. ഇഫ് ഷി ആഡ് ഇൻ ഫോളോ വൈൽ ക്ലൈംബിങ് ആപ്പിൾ ട്രീ, മരത്തിന് മുകളിൽ കയറി വീണിട്ടില്ലെങ്കിൽ ഇനിയും കയറുമായിരുന്നു. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയാൻ ട്രീ, ഈ ബനിയാൻ ട്രീയുടെ ബ്രാഞ്ചുകൾ, ശിഖരങ്ങൾ. ഇനി ബനിയാൻ ട്രീയുടെ പ്രത്യേകത, അതിന്റെ ബ്യൂട്ടിഫുൾ, അതിന്റെ ഭംഗിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ബനിയാൻ ട്രീയുടെ ബ്യൂട്ടി, ഭംഗിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയാൻ ട്രീ, ആ ബനിയാൻ ട്രീയുടെ ബ്രാഞ്ചുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട്, മുറ്റത്തേക്ക് ഇങ്ങനെ വളഞ്ഞു വന്നിരിക്കുന്നു. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ, അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്, അതിന്റെ റൂട്ട് വേര് താഴോട്ട് ആഞ്ഞിറങ്ങിയിരിക്കുന്നു. ഫോമിങ് എ മേസ് ഓഫ് ആർച്ചസ്, സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഒരു ആർച്ച്, നമ്മൾ ഗേറ്റിൽ ആർച്ച് വെച്ചിട്ടുണ്ടോ, അതുപോലെ ഒരു കമാനം, ഒരു വളഞ്ഞ ഒരു ആർച്ച് മോഡൽ ആയിരിക്കുന്നു. ഗേവ് മീ എൽലെസ് പ്ലഷർ, ഗേവ് മീ എനിക്ക് നൽകുന്നു, എനിക്ക് നൽകി. എൽലെസ് എന്ന് പറഞ്ഞ അന്ത്യമില്ലാത്ത, അവസാനിക്കാത്ത, പ്ലഷർ സന്തോഷം. ആ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ആ ബനിയൻ ട്രീ ആകെ അതിന്റെ ബ്രാഞ്ചൊക്കെ പരന്നിരിക്കുന്നു. അത് പരന്നുകൊണ്ട് മുറ്റത്തേക്ക് വളഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതൊരു ആർച്ച് മോഡൽ വന്നിരിക്കുന്നു. അത് നോക്കുമ്പോൾ തന്നെ എനിക്ക് അവസാനിക്കാതെ എനിക്ക് സന്തോഷം നൽകുന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ്, ആ മരത്തിന്റെ പ്രത്യേകത ഈ വീടിനേക്കാളും പഴക്കമുണ്ട്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഈ വീടിനേക്കാൾ പഴക്കമുള്ള മരമാണ് അത്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദറിനേക്കാളും പ്രായമുണ്ട് ഈ മരത്തിന്. ആസ് ഓൾഡ് ആസ് ദി ടൗൺ ഓഫ് ഡഹ്റ, ഡഹ്റ എന്നുള്ള പട്ടണത്തേക്കാൾ പ്രായമുണ്ട് ഈ മരത്തിന്. ഈ ഡഹ്റയെ കുറിച്ച് പറയാണ്, നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദി ഫുട്ട് ഓഫ് ഹിമാലയാസ്, ഹിമാലയ തായ്വരയുടെ തായ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടൗൺ ആണ് ഡഹ്റ. നെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ താമസം ഉറപ്പിക്കുക. ഇനി അടുത്ത വരി നോക്കാം. മൈ ഫസ്റ്റ് ഫ്രണ്ട്, ഇനി പറയുന്നത് എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ കുറിച്ചിട്ട്, ഈ ഓദറുടെ ആദ്യത്തെ ഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്കിറൽ, എൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ, എൻ്റെ ആദ്യത്തെ ഞാൻ പരിചയപ്പെട്ട കൂട്ടുകാരൻ അത് ഒരു സ്മോൾ ഗ്രേ സ്കിറൽ ആയിരുന്നു. ചെറിയ ഗ്രേ കളറുള്ള ഒരു അണ്ണാറക്കണ്ണൻ ആയിരുന്നു, ഒരു അണ്ണാനായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? ആർച്ചിങ് ഈസ് ബാക്ക്, അവന്റെ മുതുകൊക്കെ ഇങ്ങനെ വളച്ചുകൊണ്ട് അവന് വരുന്നു. അത് സ്നിഫിങ് ഇൻ ടു ദി ഹെയർ, ഹെയർ എന്ന് പറഞ്ഞാൽ വായു, സ്നിഫിന്ന് മണം പിടിക്കുക, വായുവിൽ മണം പിടിച്ചുകൊണ്ട് അവന് വരുന്നു. He seemed at the first to resent my invasion of his privacy, എന്റെ സ്വകാര്യതയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ കൂട്ടുകാരൻ അവനാണ്. സീമുഡ് കാണപ്പെടുന്നു, ടു റിസെന്റ് മൈ ഇൻവാൻഷൻ, ടു റിസെന്റ് കടന്നിച്ചില്ല, ഇൻവാൻഷൻ ഓഫ് ഹിസ് പ്രൈവസിന്റെ സ്വകാര്യതയിലേക്ക്. ബട്ട് എങ്കിലും വെൻ ഹി ഫൗണ്ട് ദാറ്റ്, അവന് കണ്ടെത്തിയപ്പോൾ എന്ത് കണ്ടു?
ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് കാറ്റ്പാൾട്സ്. കാറ്റ്പാൾട്സ് എന്ന് പറഞ്ഞാൽ, കാറ്റപാൾട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്നുണ്ട് കാറ്റപാൾട്ടിന്റെ പിക്ചർ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പക്ഷികളൊക്കെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, കാറ്റപിൾസ്. ആ കാറ്റപാൾട്സ് അല്ലെങ്കിൽ എയർ ഗൺ ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കിയ ഈ ഗ്രേ സ്കിറൽ എന്നോട് ഫ്രണ്ടായിട്ട് മാറി. ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ കൂട്ടുകാരനായിട്ട് ആയിത്തീർന്നു. ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാഠഭാഗങ്ങൾ ഓരോ വരി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എനിക്ക് വാട്സപ്പിലൂടെ പറഞ്ഞു തരണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമുക്ക് SSLC ഇംഗ്ലീഷ് പഠിക്കാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.